ആ ഒരു ഭാഗത്ത് മുഴുവനായിട്ട് കാണുന്ന പാടാട്ടോ. സൂര്യോദയം അവിടെ ഉദിച്ചു വന്നിക്കണു. ആ സൈഡിൽ നിന്നാണ് പോകുന്നത്. അവിടെ കാർ നിർത്തിയിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും കാണണ്ടോ ഈ സൈഡിൽ കാഴ്ചകൾ? പ്രകൃതിയാണ് ഇതൊക്കെ തന്നെ. ആൾക്കാർ വരും ഇവിടെ വൈകുന്നേരത്തെ ഇഷ്ടംപോലെ ആളുണ്ടാവും. ഇവിടെ വണ്ടിയിട്ട് നടക്കാൻ വയ്ക്കൂല ആ വണ്ടിയൊക്കെ. പിന്നെ അവിടെ ഒരു കുന്നുണ്ട്. ആ ഒരു രസമായില്ലേ? ആ കുന്നിന് കഥയൊക്കെ ഉണ്ട്. എന്താ അപ്പുറത്തൊരു വലിയൊരു മല ഉണ്ടല്ലോ, ആരൊരു മല അറിയും. ആ മല അവിടെ ഉണ്ടോ? അവിടെ നാരായണ പ്രതിമ ഒക്കെ ഉണ്ടല്ലോ. ഭ്രാന്തൻ ഉണ്ടാക്കിയ മലയാണ്. മണ്ണ് തൊഴിലാളികളും അങ്ങനൊക്കെ പാടെ ഉണ്ടാക്കിയ എത്ര കുന്ന്. ആ കുന്ന് ഇവിടുന്നൊക്കെ മണ്ണ് കൊണ്ടുപോയി ഈ ഭാഗത്തുനിന്ന് അത് തിരിച്ചു വരുമ്പോ ആ കൊട്ടിയ സ്ഥലം, അതായത് കൊട്ടയിലത്തെ മണ്ണുണ്ടാവുമല്ലോ, അത് കൊട്ടിയിട്ടുണ്ടായ എത്രയോ കുന്ന് ഉള്ള തന്നെയാണ്. അയാള് ഈ അമ്പലത്തിലാണ് പഠിച്ചിരുന്നതൊക്കെ, വേദം പഠിക്കാന്നൊക്കെ പറയും. തിരുവപ്ര വലിയ അമ്പലം, തിരുവപ്ര വല്ലപ്പുറം. ഇത് തിരുവപ്ര തന്നെ. തിരുവപ്ര വെളുത്തൂർപാടം. തിരുവപ്ര വെളുത്തൂർപാടം. മഴ പെയ്തടേ ഇപ്പൊ ഈ ചെറുതായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ കോട്ടയത്തൊക്കെ. ആ ടൈമില് ഫുള്ള് വെള്ളമായിരുന്നു. അതൊക്കെ കൂടെ ആൾക്കാര് റബ്ബറിന്റെ ട്യൂബും അതുപോലെ ഫൈബറിന്റെ തോണി എൻജോയ് ചെയ്തു. മോട്ടറുള്ള യമഹ മോട്ടർ വെച്ചിട്ടുള്ളതൊക്കെ അവിടെ കണ്ട ആളോട് കുറച്ച് ചരിത്രം ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളപ്പ കേട്ടത്. പാടത്തിന്റെ പേര് തിരുവമ്പ്ര പാടം എന്ന് പറഞ്ഞ പാടട്ടെ വരുന്നത്. അയാൾ പറഞ്ഞ ചരിത്ര സ്ഥലം ആ ഒരു ഭാഗത്തോട്ട് വരുന്നത്. നാരായണത്ത് ഭ്രാന്തന് മണ്ണ് കൊടുന്നിട്ടിട്ട് പണിക്കാർ കൊട്ടിയിരുന്ന ആ കൊട്ടിയ മണ്ണ് എന്നാ പറയുന്നത് ആ ചെറിയ കുന്ന്. ആ കാണുന്ന കുന്ന് കാണുന്നുണ്ടെങ്കിൽ വഴിയില്ല. അപ്പൊ അവിടെ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ കൈക്കൂടി പോവാ. അത്യാവശ്യം നല്ല സ്പേസിലെ പാടാട്ടോ. ആ ഒരു തല മുതൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ആ ഒരു തല വരെ പാടാ വരുന്നത്. ആ ഒരു സൈഡിൽ നിന്ന് വണ്ടി ഇങ്ങനെ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ കഴുകാനുള്ള സൗകര്യമുണ്ട്. വള്ളത ആ ഒരു സൈഡിലേക്ക് അങ്ങനെ ഒലിച്ചു പോവാണ്. വലിയ വെള്ളമല്ല. ആ ഒരു സൈഡിലേക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി നോക്കുമ്പോൾ ഒരു വഴിയില്ല. സംഭവം എന്താ വെച്ചാൽ മഴ പെയ്തിട്ട് ഇവിടെ ഫുള്ള് വെള്ളം നിറഞ്ഞെന്ന് പറഞ്ഞ്. അപ്പോൾ വഴിയൊക്കെ ഏകദേശമൊക്കെ തീരുമാനമായിക്കണു. ഇല്ല വഴിയാണെങ്കിൽ ഫുള്ള് ചളിയാണ്. ആ സൈഡ് മുതൽ ആ സൈഡ് വരെ വഴി നോക്കി പോകണം. പക്ഷെ വഴി കിട്ടിയില്ല. അവസാനം കിട്ടിയൊരു വഴി കേട്ടത്. ഇത് കൂടി ഇറങ്ങി നമുക്ക് ആ തലക്കൊക്കെ പോവാം. ഇവിടെ കാണുന്ന ലൊക്കേഷൻ വരുന്നത് കുന്നുംപുറം പാടം എന്ന് പറഞ്ഞ സ്ഥലമാണ്. പാടത്ത് കൂടി നടന്നുകൊണ്ട് കേട്ടോ. രണ്ട് സൈഡിലായിട്ട് വള്ളക്കെട്ട് കാണാം. കുറച്ച് സമയത്ത് ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇവർ ചെയ്തിരിക്കുന്നത് ചാക്കിലെന്തോ നിറച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മളിനി ഇവിടെയൊക്കെ സീനാണ് കേട്ടോ. വള്ളത്തിൽ കൂടി ചവിട്ടാതെ പോകാൻ പറ്റില്ല അപ്പുറത്തേക്ക്. അങ്ങനെ എത്തി. ഇവിടെ ഒരു കുളം കാണാനുണ്ട്. അടിപൊളി കുളം. അത്യാവശ്യം ആയുണ്ട് കേട്ടത്. താഴത്തേക്ക് കാണാനുണ്ട്. അവിടുന്ന് വന്ന് പിന്നെ ഈ ഒരു ഭാഗം നമുക്ക് ക്ലോസ് ചെയ്യണം. രണ്ട് കല്ലുണ്ട് ഇവിടെ. താഴെ ഉണ്ടോയെന്ന് അറിയില്ല. ചവിട്ടി നോക്കാം. സംഭവം സീനാണ് കേട്ടോ. ഇവിടേക്ക് മൊത്തം പാൻറ് കയറ്റി വെച്ചിട്ട് വേണം ചെയ്യണമെങ്കിൽ. വലിയ ആഴല്ല. ഈ സ്ഥലത്തിൻ്റെ പേരെന്തേരാ? നീർക്കോലിയോ? കുർത്തോലി. തിരുവപ്ര പാലം. ഇത് തിരുവപ്ര ടൗണിനല്ലേ വരുന്നേ? നമ്മൾ തന്നെ സ്ഥലം. ഇത് ഇതല്ല കുന്ന്. എന്താ ആംപൊറ്റെ. എന്തായാലും കുന്ന് കണ്ടുവരാം. കുന്നിനാ തലക്കൊക്കെ എത്തണം. നിറച്ച് ചളിയാണേ. ആ സൈഡിൽ നിന്ന് പോകുന്ന ചെറിയൊരു പാടത്തേക്ക് വേറെ കയറിയിരിക്കുകയാണ്. ഇവിടുത്തെ കാഴ്ച എന്താ നോക്കട്ടെ കേട്ടോ. ഇവിടെ ചെറുതായിട്ട് വിത്താൾ പാകി ഏകദേശം സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലോണം പൂട്ടി കിടക്കുന്ന ഒരു പാടോടെ കാണുന്നത്. ഇനി അടുത്ത വിത്ത് ഇവിടെ കാരണം ഈ സൈഡിലൊക്കെ വിത്ത് പാകിയിട്ടുണ്ടാവും. ഒന്നാമത് മഴ പെയ്തിട്ട്